നീ കണ്ട ഞാൻ നോക്കിയില്ല. വാ കാണിച്ചു തരാം. Madhavan പറയുമല്ലോ, he used to drive after finishing shooting at 5 o'clock in the evening. He used to drive from Cochin to Trivandrum. I said yes, I do, yes, I do. ഇയാളത് ഏത് ഭാഷയെ പറയുന്നത്? ഞാൻ അങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കാറില്ല. പക്ഷെ മാധവന്റെ ഇംഗ്ലീഷ് ഒരു ഭയങ്കര ഡിക്ഷൻ ആണ്. അതൊക്കെ ഇതിനപ്പോ ഇവിടെ പറയുന്നത് അതൊക്കെ എല്ലാവർക്കും അറിയുന്നതല്ലേ. ഈ കാണുന്ന അല്ലവൻ, ഈ കാണിക്കുന്നതും അല്ലവൻ. പിന്നെ ആരാവൻ? ഞാൻ പറയാം. അവന് ഈ പൃഥ്വിരാജിന്റെ പ്രേതം കയറി. ആക്ച്വലി നമ്മുടെ JSKയില് മാധവ് എങ്ങനെയുണ്ട്? JSKയിൽ എനിക്ക് ഡബിങ്ങിന് കണ്ടപ്പോ എനിക്ക് അത്ര തൃപ്തിയല്ലായിരുന്നു. അത് ഓർക്കുമ്പോഴാണ് ഞമ്മക്ക് സങ്കടം. നിനക്കിതൊന്നും പറഞ്ഞിട്ടില്ലടേ, നീ കളഞ്ഞിട്ട് പോടേ. ഓക്കെ, പക്ഷെ ഇന്ന് എനിക്ക് കണ്ടപ്പോ തോന്നി കുഴപ്പമില്ലല്ലോ എന്ന് തോന്നി. ഞാനിപ്പോ എവിടെ എത്തേണ്ടതാ? അഹങ്കാരം പറയില്ലട്ടോ. അതിന്റെ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് ഹോ എനിക്ക് എന്നോട് തന്നെ ബഹുമാനം തോന്നിട്ട് ഞാൻ കുറച്ചേരം എഴുന്നേറ്റുന്നു. അതെ, വെറുതെ ധൈര്യം നിന്ന് ആളെ കൊല്ലാൻ നോക്ക. ഹലോ ഹലോ, ഇവിടെ എന്തിനാടാ കൊന്നിട്ട്? ഇയാളുടെ മകളും നമ്മളെ പോലെ തന്തയില്ലാതെ വളരാനോ? ജോസിനെ അഭിനയിക്കാൻ അറിയാം. വിവിധ വികാരങ്ങൾ അലയടിക്കുന്ന ഒരു സമുദ്രമാണ് അവന്റെ മുഖം. ഇവിടെ തന്നെയല്ലേ അവളും വളരേണ്ടത്? നമ്മൾ അനാഥരാണ്, പക്ഷെ ഗുണ്ടകളല്ല. ക്രിമിനൽ അല്ല ആൻഡോ സാറേ. എനിക്കൊരു ഒറ്റ ഷോട്ട് മാത്രമേ ഉള്ളൂ. അവൻ കണ്ണ് വല്ലാണ്ട്. എന്തിനാടാ ദിനേശ നാട്ടുകാരെ ചിരിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോന്ന് ചെയ്തു കൂട്ടുന്നത്? എനിക്ക് തോന്നുന്നു ആദ്യം എടുത്തതാ. അപ്പൊ ഈ സത്യമൊന്നും ജയിക്കുന്ന സ്ഥലമല്ലേ കോടതി. കണ്ണിങ്ങനെ ഇരിക്കുന്നത്. നിന്റെ അഭിനയത്തെ പറ്റി തരക്കേടില്ലാത്ത പുറഭിപ്രായം. അത് ഞാനും കേട്ടു. നീ പോടത്തുണ്ടി. മറ്റേ സീനില് ഒരു ആറ്റിറ്റ്യൂഡ് ക്യാരിങ് ഉണ്ട്. ആര് പറയുന്നു? ഞാൻ കേട്ടിട്ടില്ലല്ലോ. അസൂയ കൊണ്ട് പലരും പറയാറില്ല, അതുകൊണ്ട് ഞാൻ സ്വയം പറയുന്നു. സുരേഷ് ചേട്ടൻ അത് പറഞ്ഞതിന് നമുക്ക് തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല. കാരണം അതൊരു അച്ഛന്റെ രോദനമാണ്. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ.